ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത് ടെംപ്ലേറ്റ് ഇൻഹെറിറ്റൻസ് ആണ്. സോ ടെംപ്ലേറ്റ് ഇൻഹെറിറ്റൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് നമ്മുടെ വെബ്സൈറ്റിലെ എല്ലാ പേജിലും ഒരുപോലെയുള്ള കണ്ടൻറ് ഉണ്ടെങ്കിൽ അത്തരം കണ്ടൻറ്റുകൾ ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ എല്ലാ പേജിലും കോഡ് എഴുതേണ്ട ആവശ്യമില്ല. സോ നമുക്കൊരു HTML എല്ലാത്തിനും വേണ്ടി ഒരൊറ്റ HTML ഫയൽ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതുപോലെ എക്സ്റ്റെൻസ് നമ്മുടെ HTML ഫയലിൻ്റെ പേര് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ HTML ഫയലിലുള്ള കണ്ടൻറ്റ് നമുക്ക് ബാക്കിയുള്ള എല്ലാ പേജിലും ലഭിക്കുന്നതായിരിക്കും. സോ ഇതിനെയാണ് ടെംപ്ലേറ്റ് ഇൻഹെറിറ്റൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് എല്ലാ പേജിലും വ്യത്യസ്തമായ കാര്യങ്ങൾ കൊടുക്കേണ്ട ഭാഗത്ത് നമുക്കിതുപോലെ ബ്ലോക്ക്സ് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ബ്ലോക്ക്, അതിനുശേഷം ബ്ലോക്കിൻ്റെ പേര് കൊടുക്കാം, അതിനുശേഷം എൻഡ് ബ്ലോക്ക് എന്ന് കൊടുക്കുക. സോ ഇതിനുള്ളിൽ എഴുതുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് ഓരോ പേജിനും വ്യത്യസ്തമായിരിക്കും. സോ നമുക്കിതെങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് നോക്കാം. സാധാരണമായി ഒരു വെബ്സൈറ്റിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ നാവിഗേഷൻ ബാർ എല്ലാ പേജിലും ഒരുപോലെ ആയിരിക്കും. അതുപോലെ അതിൻ്റെ ഫൂട്ടർ ഭാഗം എല്ലാ പേജിലും ഒരുപോലെ ആയിരിക്കും. സോ ഇത്തരം കാര്യങ്ങൾ നമുക്ക് എല്ലാ പേജിലും കോഡ് എഴുതേണ്ട ആവശ്യമില്ല. നമുക്ക് ഒരൊറ്റ HTML ഫയൽ ക്രിയേറ്റ് ചെയ്ത് അതിനുശേഷം ഇതുപോലെ എക്സ്റ്റെൻസ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കതവിടെ എല്ലാ പേജിലും ഏതൊക്കെ പേജിലാണോ വേണ്ടത് ആ പേജിലൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവിടെയൊക്കെ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. സോ ഇതെങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് നോക്കാം. നമ്മൾ ആദ്യം ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് index.html നമ്മൾ വന്നു കഴിഞ്ഞാൽ ഇവിടെ വന്നാൽ നമുക്ക് കാണാൻ കഴിയും മുകളിലെ ഈ കാര്യങ്ങളെല്ലാം എല്ലാ പേജിലും ഒരുപോലെയാണ്. ഓക്കെ, എല്ലാ പേജിലും ഒരുപോലെയാണ്. നമ്മുടെ ഹെഡിങ്ങും അതുപോലെ ടൈറ്റിലും മാത്രമേ ഓരോ പേജിലും വ്യത്യസ്തമായിട്ടുള്ളൂ. സോ ബാക്കി എല്ലാ കാര്യങ്ങളും ഒരുപോലെയാണ്. സോ ഇത്തരം ഒരുപോലെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് base.html എന്ന് പറയുന്ന ഒരു ഫയൽ ഉണ്ടാക്കി അതിലോട്ട് മാറ്റിയതിൻ്റെ ശേഷം അതിൽ നിന്ന് നമുക്ക് ഇൻഹെറിറ്റ് ചെയ്യാം. സോ നമുക്ക് ആദ്യമായി ചെയ്യേണ്ടത് നമ്മൾ base.html എന്ന് പറയുന്ന ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യാം. base.html. സോ അതിനുള്ളിൽ നമ്മൾ HTML5 ബോയിലർ പ്ലേറ്റ് സോ ഇതുപോലെ ലഭിക്കുന്നതായിരിക്കും. തൽക്കാലം നമുക്ക് ഈ കമൻ്റ് എല്ലാം ഡിലീറ്റ് ചെയ്യാം. ഓക്കെ, സേവ് ചെയ്യാം. സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചേഞ്ചസ് വരുന്ന ഭാഗങ്ങൾ ഒന്ന് ടൈറ്റിലും അതുപോലെ ബോഡിക്കുള്ളിലെ ഭാഗവുമാണ്. ഓക്കെ, സോ അതിന് നമ്മൾ ടൈറ്റിലിനുള്ളിൽ നമ്മൾ ചെയ്യേണ്ടത് ഇതുപോലെ ചേഞ്ച് വരുന്ന ഭാഗത്ത് ഓരോരോ ബ്ലോക്ക് ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, ബ്ലോക്ക് ക്രിയേറ്റ് ചെയ്യുന്നു. ബ്ലോക്കിൻ്റെ പേര് നമ്മൾ ടൈറ്റിൽ എന്ന് കൊടുക്കുന്നു. ബ്ലോക്ക് ടൈറ്റിൽ. അതുപോലെ നമ്മൾ ബ്ലോക്ക് ക്ലോസ് ചെയ്യുന്നു. എൻഡ് ബ്ലോക്ക് എന്ന് കൊടുക്കുന്നു. എൻഡ് ബ്ലോക്ക്. സോ ഇപ്പോൾ നമ്മളിവിടെ ടൈറ്റിൽ എന്ന് പറയുന്ന ബ്ലോക്ക് ക്രിയേറ്റ് ചെയ്തു. അതിൻ്റെ എൻഡ് ബ്ലോക്ക് കൊടുത്തു കഴിഞ്ഞു. സോ ഇനി നമുക്ക് ബാക്കിയുള്ള എല്ലാ പേജിലും നമുക്ക് ടൈറ്റിൽ നമുക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കും. അതുപോലെ നമുക്ക് ഈ സംഭവം കോപ്പി ചെയ്ത് ബോഡിക്കുള്ളിൽ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യാം. സോ ഇവിടെ നമ്മളൊരു കണ്ടൻറ് എന്ന് പറയുന്ന ഒരു ബ്ലോക്ക് ക്രിയേറ്റ് ചെയ്യുന്നു. സോ നമുക്ക് ബോഡിക്കുള്ളിലെ കണ്ടൻറ്റും ഇതുപോലെ ചേഞ്ച് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ നമ്മൾ 2 ബ്ലോക്ക് ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, സോ നമ്മൾ ഇതിനുള്ളിൽ ഇനി എഴുതുന്ന കാര്യമെന്ന് വെച്ചാൽ നമ്മളിവിടെ ഒരു h1 എലമെൻറ്റ് കൊടുക്കുന്നു. ഒരു എക്സാമ്പിളിന് വേണ്ടിയാണ്. ഓക്കെ, h1 എലമെൻറ്റ് കൊടുക്കുന്നു. ഞാൻ ദിസ് ഈസ് ഹലോ ഫ്രം ബേസ് HTML എന്ന് കൊടുക്കുന്നു. ബേസ് HTML. ശേഷം നമുക്കിതിനൊരു കളർ കൊടുക്കാം. സ്റ്റൈൽ നമുക്ക് കളർ റെഡ് കൊടുക്കാം. കളർ റെഡ്. സേവ് ചെയ്യാം. നമ്മൾ ഇനി ചെയ്യേണ്ടത് നമ്മൾ index.html വരിക. ഇതിലുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഡിലീറ്റ് ചെയ്യാം. ഓക്കെ, സോ എല്ലാം സെലക്ട് ചെയ്ത ശേഷം ഡിലീറ്റ് ചെയ്യുക. ശേഷം നമ്മൾ ചെയ്യേണ്ടത് നമ്മളിവിടെ പറഞ്ഞ പോലെ എക്സ്റ്റെൻസ് base.html നമ്മുടെ HTML പേരെന്താണ് അത് കൊടുക്കുക. സോ നമ്മൾ എക്സ്റ്റെൻസ് നമ്മുടെ HTML പേര് കൊടുക്കുക. base.html. സോ ഈ എക്സ്ട്രാ കാണുന്ന പെർസെൻറ്റേജ് സൈൻ നമുക്ക് ഡിലീറ്റ് ചെയ്യാം. സോ ഇത്തരത്തിൽ എക്സ്റ്റെൻഡ് base.html എന്ന് കൊടുക്കുക. നമുക്ക് സേവ് ചെയ്ത് നമുക്ക് നമ്മുടെ നമ്മുടെ വെബ്സൈറ്റ് പോയി നോക്കാം. സോ റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഹലോ ഫ്രം ബേസ് HTML എന്ന് കാണാൻ സാധിക്കും. സോ നെക്സ്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് നമ്മൾ 2 ബ്ലോക്ക് കൊടുത്തിരുന്നു. ടൈറ്റിലിനും അതുപോലെ നമ്മുടെ കണ്ടൻറ്റിനും. സോ ഈ 2 കാര്യങ്ങൾ നമുക്ക് പ്രത്യേകം നമ്മുടെ index.html എഴുതാൻ സാധിക്കുന്നതാണ്. സോ നമ്മൾ ഇവിടെ വന്നതിന് ശേഷം ബ്ലോക്ക് നെയിം കൊടുക്കുക. നമ്മുടെ ബ്ലോക്ക് നെയിം കണ്ടൻറ്റ് എന്നായിരുന്നു. ടൈറ്റിലായിരുന്നു ആദ്യം വരുന്നത്. ടൈറ്റിൽ. സോ അതിനുശേഷം നമുക്ക് എൻഡ് ബ്ലോക്ക് കൊടുക്കാം. എൻഡ് ബ്ലോക്ക്. സോ ഇതിനുള്ളിൽ നമ്മൾ കൊടുക്കുന്ന കാര്യം നമ്മുടെ ഹെഡിങ് ആയി വരുന്നതായിരിക്കും. സോ ഞാനിവിടെ ഹോം എന്ന് കൊടുക്കുന്നു. ഓക്കെ,
സോ ജസ്റ്റ് നമുക്കിത് കോപ്പി ചെയ്യാം, താഴെ പേസ്റ്റ് ചെയ്യാം. അടുത്ത് നമ്മുടെ കണ്ടൻ്റ് ആയിരുന്നു, ബ്ലോക്ക് കണ്ടൻറ്റ്. സോ ഇതിനുള്ളിൽ നമ്മൾ h1 എലമെൻറ്റ് കൊടുക്കുന്നു. h1 എലമെൻറ്റ് നമ്മൾ ഹോം പേജ് എന്ന് കൊടുക്കുന്നു. ഹോം പേജ് സേവ് ചെയ്യാം. ശേഷം നമുക്ക് നമ്മുടെ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത ശേഷം റീഫ്രഷ് ചെയ്യാം. സോ നമുക്ക് അലോ ഫ്രം ബേസ് HTML, ഇത് ബേസ് HTML നിന്നുള്ള കണ്ടൻറ്റാണ്. താഴെയുള്ളത് നമ്മുടെ index.html കണ്ടൻറ്റാണ്. സോ നമുക്കിത് ബാക്കിയുള്ള എല്ലാ HTML പേജിലോട്ട് നമുക്ക് ഇൻഹെറിറ്റ് ചെയ്ത് നോക്കാം. സോ തൽക്കാലം ഞാനിത് ഇവിടുന്ന് കോപ്പി ചെയ്യുന്നു. ഇപ്പോൾ നിങ്ങൾക്കറിയാം നമ്മൾ ഒരുപാട് കോഡ് ഉണ്ടായിരുന്നത് നമ്മൾ വെറും 5 ലൈൻ കോഡ് 6 ലൈൻ കോഡാക്കി മാറ്റി. ഓക്കെ, സോ നമ്മളിത് കോപ്പി ചെയ്ത് എബോട്ടിൽ പേസ്റ്റ് ചെയ്യുന്നു. എബോട്ടിൽ ഇപ്പോഴുള്ളതെല്ലാം നമ്മൾ ഡിലീറ്റ് ചെയ്യുന്നു. ഓക്കെ, എല്ലാം ഡിലീറ്റ് ചെയ്ത ശേഷം ഇതിവിടെ പേസ്റ്റ് ചെയ്യുന്നു. നമുക്ക് ടൈറ്റിൽ വേണ്ടത് എബോട്ടാണ്. അതുപോലെ എബോട്ട് പേജ് സേവ് ചെയ്യാം. സോ നമ്മളിനി നമ്മുടെ വെബ്സൈറ്റിൽ വന്നതിന് ശേഷം എബോട്ട് URL എൻ്റർ ചെയ്യുന്നു. എബോട്ട് എൻ്റർ ചെയ്ത് നോക്കാം. സോ നമുക്ക് ഹലോ ഫ്രം ബേസ് HTML അതുപോലെ എബോട്ട് പേജ് നമുക്ക് ലഭിച്ചു. സോ നമ്മൾ ബേസ് HTML കോഡ് നമ്മൾ എബോട്ട് പേജിൽ എഴുതിയിട്ടില്ലായിരുന്നു. സോ നമ്മൾ ഈ ഒരു എക്സ്റ്റെൻഡ് എന്ന് പറയുന്ന കീവേഡ് ഉപയോഗിച്ച് ഇതുപോലെ ഇൻഹെറിറ്റ് ചെയ്തതാണ്. സോ ഇത്തരത്തിലാണ് ടെംപ്ലേറ്റ്. സോ ഇതിനെയാണ് നമ്മൾ ടെംപ്ലേറ്റ് ഇൻഹെറിറ്റൻസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഇനി നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് നമ്മുടെ പ്രൊജക്റ്റിന് ആവശ്യമായ ഒരു ബേസ് HTML ഞാനിവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ബേസ് HTML ആണ് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. സോ നമ്മുടെ ഒരു ഡമ്മി സിറ്റി ഹോസ്പിറ്റൽ എന്ന് പറയുന്ന ഹോസ്പിറ്റലിൻ്റെ പേര്, അതിനുശേഷം നമ്മുടെ എല്ലാ മെനു നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. ഹോം, എബോട്ട്, ബുക്കിംഗ്, ഡോക്ടേഴ്സ്, ഡിപ്പാർട്ട്മെൻറ്റ്, കോൺടാക്റ്റസ്, താഴെ ഫൂട്ടർ, എമർജൻസി കോൺടാക്ട് നമ്പർ, അതുപോലെ ഒരു കോപ്പിറൈറ്റ്. സോ ഈ ഒരു സംഭവം നമുക്ക് എല്ലാ പേജിലും ലഭിക്കണം. ഈ ഒരു മെയിൻ ലേ ഔട്ട് നമുക്ക് എല്ലാ പേജിലും ലഭിക്കണം. ഇതാണ് നമ്മുടെ ബേസ് HTML ആയി കൊടുക്കാൻ പോകുന്നത്. സോ ഇത് നമ്മൾ ബൂട്ട്സ്ട്രാപ്പ് ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്തതാണ്. ഇതിൻ്റെ ഫയൽ ഞാൻ നമ്മുടെ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, നിങ്ങൾക്കത് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ നമ്മുടെ പ്രൊജക്റ്റിലുള്ള ബേസ് HTML ഞാൻ ഡിലീറ്റ് ചെയ്യുന്നു. ഓക്കെ, ശേഷം നമ്മുടെ ഈ ഒരു ബേസ് HTML കോപ്പി ചെയ്ത ശേഷം നമ്മുടെ പ്രൊജക്റ്റ് ഫോൾഡറിനുള്ളിൽ ഞാൻ കൊണ്ടുപോയി പേസ്റ്റ് ചെയ്യുന്നു. സോ ഇതിനുള്ളിൽ ഞാൻ പേസ്റ്റ് ചെയ്യുന്നു. സോ ഇപ്പോൾ ബേസ് HTML നമ്മുടെ പ്രൊജക്റ്റ് ഫോൾഡറിനുള്ളിൽ വന്നു കഴിഞ്ഞു. സോ ബേസ് HTML നമുക്ക് ചെറിയൊരു മാറ്റം കൂടി വരുത്തേണ്ടതുണ്ട്. base.html അതിൻ്റെ പേരിന് ചെറിയൊരു പ്രശ്നമുണ്ടായിരുന്നു. ഓക്കെ, base.html. സോ ഇതിൽ നമുക്ക് മാറ്റം വരുത്തേണ്ടത് ടൈറ്റിലിൽ നമുക്ക് ടൈറ്റിൽ ബ്ലോക്ക് കൊടുക്കണം. ഓക്കെ, സോ നമ്മൾ ഇൻഡെക്സിൽ നിന്ന് ടൈറ്റിൽ ബ്ലോക്ക് നമ്മൾ സെലക്ട് ചെയ്യുന്നു, കോപ്പി ചെയ്യുന്നു. base.html വന്നതിന് ശേഷം ഇതിനുള്ളിൽ കൊടുക്കുന്നു. നമുക്ക് തൽക്കാലം ഈ ഹോം എന്ന് പറയുന്നത് ഡിലീറ്റ് ചെയ്യാം. ഓക്കെ, പിന്നെ നമുക്ക് വേണ്ടത് നമുക്കെല്ലാം സിംഗിൾ ലൈനിൽ കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് കണ്ടൻറ്റിൻ്റെതാണ്. സോ കണ്ടൻറ്റ് ഞാൻ താഴെ വന്നതിന് ശേഷം ഈ ഭാഗത്ത് നമ്മൾ ഇൻഡെക്സിൽ നിന്ന് കണ്ടൻറ്റ് നമുക്ക് കോപ്പി ചെയ്യാം. സോ base.html വന്നതിന് ശേഷം ഇവിടെ നമുക്ക് പേസ്റ്റ് ചെയ്യാം. ഇതിനുള്ളിലുള്ള കണ്ടൻറ്റ് ഞാൻ ഡിലീറ്റ് ചെയ്യുന്നു. ഓക്കെ, അത് നമുക്ക് ആവശ്യമില്ല. സോ ഇനി നമുക്ക് സേവ് ചെയ്യാം. സേവ് ചെയ്ത ശേഷം നമുക്കിനി ഓരോ പേജും ഓപ്പൺ ചെയ്ത് നോക്കാം. സോ നമുക്ക് ആദ്യമായി നമ്മുടെ ഹോം പേജ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ലഭിക്കുന്നതായിരിക്കും. സോ ഇനി നമ്മുടെ എബോട്ടിൽ നമുക്കിതുപോലെ ലഭിക്കുന്നതായിരിക്കും. ഇനി ബാക്കിയുള്ള പേജിലോട്ടെല്ലാം നമുക്ക് ഇത് എക്സ്റ്റെൻഡ് ചെയ്യാം. സോ നമ്മൾ എബോട്ട് പേജിൽ അത് ഈ ഒരു ഭാഗം കോപ്പി ചെയ്യുന്നു. ശേഷം ബുക്കിങ്ങിൽ വരുന്നു. ഇപ്പോഴുള്ള കണ്ടൻറ്റ് ഡിലീറ്റ് ചെയ്യുന്നു. നമ്മളിവിടെ പേസ്റ്റ് ചെയ്യുന്നു. ബുക്കിംഗ് എന്ന് കൊടുക്കാം. ടൈറ്റിൽ ബുക്കിംഗ്, അതുപോലെ ബുക്കിംഗ് പേജ്, അതുപോലെ നമ്മൾ കോൺടാക്റ്റിൽ വരുന്നു. അവിടെ നമ്മുടെ ഈ ഒരു HTML എക്സ്റ്റെൻഡ് ചെയ്യുന്നു. ടൈറ്റിൽ കോൺടാക്റ്റ് പേജ്, അതുപോലെ ഡിപ്പാർട്ട്മെൻറ്റ്, ടൈറ്റിൽ ഡിപ്പാർട്ട്മെൻറ്റ് പേജ്. ഇനിയുള്ളത് ഡോക്ടേഴ്സാണ്. സോ ഡോക്ടേഴ്സ്, അവിടെ നമ്മൾ പേസ്റ്റ് ചെയ്യുന്നു. നമ്മളുടെ ഹെഡിങ് ഡോക്ടേഴ്സ് പേജ്.
സേവ് ചെയ്യാം. സോ നമുക്ക് ഇനി ഓരോന്നും ഓപ്പൺ ചെയ്ത് നോക്കാം. സോ എബൌട്ടിൽ നമുക്ക് കിട്ടി. പിന്നെ വരുന്നത് ബുക്കിംഗ് ആണ്. ബുക്കിങ്ങിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. അതുപോലെ ഡോക്ടേഴ്സ് എല്ലാം നമുക്ക് ചെക്ക് ചെയ്യാം. ഡോക്ടേഴ്സ് ഓക്കെയാണ്. പിന്നെ ഡിപ്പാർട്ട്മെൻറ്റ് ഓക്കെ. പിന്നെ നമുക്ക് കോണ്ടാക്റ്റ്. സോ ഇനി നമുക്ക് വേണ്ടത് നമ്മൾ ഈ ഹോമിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഹോം പേജ് ഓപ്പൺ ആവണം. എബൌട്ട് പേജ് ഓപ്പൺ ആവണം. അതിൻ്റെ ലിങ്ക് എങ്ങനെ കൊടുക്കാം നോക്കാം. സോ അതിന് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ URLs നമ്മുടെ ആപ്പിലെ ഇപ്പോൾ ഓപ്പൺ ആയി കിടക്കുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് ക്ലോസ് ചെയ്യാം. ക്ലോസ്. നമ്മൾ വരേണ്ടത് ആപ്പിലെ urls.py വരിക. ഇതിനുശേഷം നമ്മളിവിടെ ഒരു പാത്ത് ക്രിയേറ്റ് ചെയ്ത സമയത്ത് നമ്മൾ ഒരു ആർഗ്യുമെൻറ്റ് കൂടി കൊടുക്കാം. ഒരു ആർഗ്യുമെൻറ്റ്. സോ നമുക്ക് നെയിം എന്ന് പറയുന്ന ഒരു ആർഗ്യുമെൻറ്റ്. ഓക്കെ, നെയിം. ഓരോന്നിനും ഓരോ നെയിം കൊടുക്കാം. സോ ആ ഒരു നെയിമാണ് നമ്മൾ ലിങ്ക് കൊടുക്കുന്നതിന് വേണ്ടി ആക്സസ് ചെയ്യുന്നത്. സോ നമ്മളിവിടെ ഹോം എന്ന് കൊടുക്കാം. ഹോം. അതുപോലെ നെയിം എബൌട്ട്. സോറി, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് പാടില്ല. എബൌട്ട്. ബുക്കിംഗ്. ഡോക്ടേഴ്സ്. കോണ്ടാക്റ്റ്. അവസാനമായി ഡിപ്പാർട്ട്മെൻറ്റ്. സേവ് ചെയ്യാം. സോ നമ്മൾ ഓരോന്നിനും നെയിം കൊടുത്തു. ഹോം, എബൌട്ട്, ബുക്കിംഗ്, കോണ്ടാക്റ്റ്, ഡോക്ടേഴ്സ്, കോണ്ടാക്റ്റ്, ഡിപ്പാർട്ട്മെൻറ്റ്. സോ ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ base.html വരിക. base.html വന്നതിന് ശേഷം ഹോം എന്ന് പറയുന്ന ഭാഗത്ത് ഈ hrefൽ വരിക. ഓക്കെ, ഈ ഹോം എന്ന് പറയുന്ന ഭാഗത്ത് hrefൽ വരിക. സോ ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് കർലി ബ്രാക്കറ്റ് %. ഇതിനുള്ളിൽ നമ്മൾ കൊടുക്കേണ്ടത് URL നമ്മുടെ ഹോമിൻ്റെ നെയിം എന്തായിരുന്നു നമ്മൾ കൊടുത്തിരുന്നത്? ഹോം എന്നായിരുന്നു. ഓക്കെ, ഹോം എന്ന് കൊടുക്കുക. ഹോം. അതുപോലെ സ്ട്രിങ്ങിനുള്ളിൽ ഹോം എന്ന് കൊടുക്കുക. സേവ് ചെയ്യുക. അതുപോലെ നമുക്ക് എബൌട്ടിൻ്റെത് നമുക്ക് എബൌട്ട് ഒന്ന് കൊടുക്കാം. URL എബൌട്ട്. അതുപോലെ ബുക്കിങ്ങിൻ്റേത് ബുക്കിംഗ്. അതുപോലെ ഡോക്ടേഴ്സ് നമ്മളവിടെ കൊടുത്തിരുന്നത് ഡോക്ടർ എന്നാണോ ഡോക്ടേഴ്സ് എന്നാണോ നമുക്ക് ചെക്ക് ചെയ്യാം. ഡോക്ടേഴ്സ്. URLs ഡോക്ടേഴ്സ്. ഓക്കെ, ഡോക്ടേഴ്സ് എന്നായിരുന്നു. പിന്നെ നമുക്കുള്ളത് ഡിപ്പാർട്ട്മെൻറ്റ്. അതുപോലെ അവസാനമായി കോണ്ടാക്റ്റ്. സോ നമുക്ക് സേവ് ചെയ്ത ശേഷം നമുക്ക് നമ്മുടെ ലിങ്ക്സ് ചെക്ക് ചെയ്യാം. സോ റിഫ്രഷ് ചെയ്യാം. സോ ആദ്യം ഞാൻ ഹോമിൽ ക്ലിക്ക് ചെയ്യുന്നു. സോ നമുക്ക് ഹോം പേജ് ലഭിക്കുന്നു. എബൌട്ട് പേജ്, ബുക്കിംഗ് പേജ്, ഡോക്ടേഴ്സ് പേജ്, ഡിപ്പാർട്ട്മെൻറ്റ് പേജ്, കോണ്ടാക്ട് പേജ്. ഓക്കെ, സോ എല്ലാം ശരിയായി വർക്ക് ചെയ്യുന്നുണ്ട്. സോ ഇത്തരത്തിൽ നമുക്ക് ഈ ടെംപ്ലേറ്റ് ഇൻഹെറിറ്റൻസ് നമ്മുടെ പ്രൊജക്റ്റിൽ ഉപയോഗിക്കാം. അതുപോലെ നമുക്കൊരു ലിങ്ക് ക്രിയേറ്റ് ചെയ്ത് പാത്ത് ഫംഗ്ഷനുള്ളിൽ ഒരു നെയിം കൊടുത്ത ശേഷം അത് നമുക്ക് നമ്മുടെ HTML-ൽ ഇതുപോലെ URL എന്ന് പറയുന്ന കീവേഡ് കൊടുത്ത് ആ ഒരു നെയിം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പേജിലോട്ട് നമുക്ക് ലിങ്ക് ചെയ്യാനും സാധിക്കും.